welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് നമ്മളുടെ ബ്ലോഗിൽ ഫുള്ള് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാനും ആഷും റെഡിയായി നമ്മുടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ടേ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ടല്ലേ, 2-3 കാറുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. അപ്പം കുട്ടിക്കാനത്തെ വിശേഷങ്ങളും എൻഗേജ്മെന്റ് വിശേഷങ്ങളുമാണ് ഞാൻ ഇതിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ നടക്കും, എന്തൊക്കെ വഴിക്ക് നല്ല വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം ഞാൻ കുട്ടിക്കാനത്ത് പണ്ടെന്ന് പോയതാ, പിന്നെ ഇപ്പൊ പോയിട്ടില്ല. അപ്പം നല്ല തണുപ്പല്ല ഇവിടെ. ഓക്കെ, അപ്പോ എല്ലാവരും കൂടി ഇനി എന്താ വേറെ വിശേഷങ്ങൾ എന്താ പറയാനുള്ള വിഘ്നേഷിന്? വേറെ വിശേഷങ്ങൾ 2-3-4 ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും നല്ല വെള്ളച്ചാട്ടം ഉറപ്പായിട്ടും ഇവിടെ ഇപ്പൊ റൈറ്റ് നോ ഇവിടെ മഴയില്ല, പക്ഷെ മഴക്കാറുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും മഴ വരാം. ഒരു 2 ആഴ്ചയായി മര്യാദയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട്. കാര്യം ഇപ്പോഴും എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നോൺ വെജ് ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല 2 വീക്സ്. പിന്നെ ചോറ് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബോഡി വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. ഒരു 4 kgs. രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര പോസിറ്റീവ് എനർജി കയറി. ബിക്കോസ് 4 കിലോ കുറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഈ ഒരു രീതി തന്നെ പോവുകയാണെങ്കിൽ മിക്കവാറും ഞാൻ സ്കെൽട്ടൺ ആവണുണ്ടായിരിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ചബ്ബിയായി. അപ്പോൾ എന്താ വെയിറ്റ് കുറയ്ക്കാൻ കുറേ ജിമ്മിൽ പോയി. പക്ഷെ എല്ലാവരും പറഞ്ഞു ഇല്ല, കല്യാണം കഴിഞ്ഞ് വിരുന്നിന് പോയതിൻ്റെ ഫുഡൊക്കെ കാരണം വണ്ണം കുറയില്ല എന്ന്. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തപ്പോൾ കുറച്ചൊക്കെ വണ്ണം കുറഞ്ഞു. കൺട്രോൾ ചെയ്തല്ല, എനിക്ക് വയ്യാണ്ടായി കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞത്. പിന്നെ എന്താ വേറെ വിശേഷം? അവിടെ വരെ ഇനി എന്ത് വിശേഷമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനും, പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എനിക്ക് വല്ല ദോശയോ ഇഡ്ഡലിയോ വല്ലതും വേണ്ടി വരും. ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഈ 2 മണിക്ക് ഇവിടെ ദോശയോ ഇഡ്ഡലി കിട്ടുമെന്ന് എനിക്കറിയില്ല. ചോറായിരിക്കും, മീൽസ് ആയിരിക്കും എല്ലായിടത്തും. ബട്ട് സ്റ്റിൽ എനിക്ക് സോഫ്റ്റ് ഫുഡ്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നല്ല വെയിലുണ്ട്. മഴ ഞാൻ പ്രതീക്ഷിക്കുന്നു. മഴ കൂടെ പെയ്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായനെ. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി എത്തി. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളി ഈ റബ്ബർ തോട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി പറയാൻ തോന്നി എന്താണെന്നറിയോ, എനിക്ക് നേരത്തെ തൊട്ട് ഈ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ആ ഒരു സ്ഥലത്ത് നിന്ന് കല്യാണം കഴിക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ ആഷിനെ പരിചയപ്പെട്ട സമയത്ത് ചങ്ങനാശ്ശേരി ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ചങ്ങനാശ്ശേരി. ഞാൻ ഈശോൻ്റെ അടുത്ത് ലൈക്ക് കൃപാസനത്തിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എനിക്ക് എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്ക് കല്യാണം കഴിക്കണം എന്ന്. ആ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ എഴുതി വെച്ചു. ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഡേയില് എന്താ ഇത് പറയണം എന്ന് വിചാരിച്ച. പക്ഷെ ഞാൻ ആ ഒരു തിരക്കിൽ ഈ സ്റ്റോറി പറയാനും പിന്നെ സ്റ്റേജിൽ ആ ഒരു സ്റ്റോറി പറയാനല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ഇത് പറയണം എന്ന് വിചാരിച്ചു. പക്ഷെ എൻറ്റയർലി ഞാൻ ഈ കാര്യമേ മറന്നുപോയി. പക്ഷെ ഇപ്പൊ ഞാൻ ഈ റബ്ബർ തോട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്കിത് പറയാൻ തോന്നി. ആക്ച്വലി ഇങ്ങനെ വല്ലതും പറയാൻ തോന്നുന്നുണ്ടോ? ഒന്നും പറയാറില്ല. എനിക്ക് അച്ചായന്മാരുള്ളത് കോട്ടയം പാലാ റൂട്ടിലാണ്. റബ്ബർ തോട്ടം അങ്ങനെയുള്ള ഒരു സെറ്റപ്പും പിന്നെ അച്ചായന്മാരും ആ ഒരു ഇതുള്ള എല്ലാം കോട്ടയം പാലാ റൂട്ടിലാണ്. കാഞ്ഞിരപ്പള്ളിയില് കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ എനിക്ക് എന്തോ കുഞ്ഞിലെ എന്റെ അങ്കിളുടെ വീട്ടിൽ വന്നപ്പോ ചങ്ങനാശ്ശേരിയില് അത്ര ഇല്ല. പക്ഷെ എന്ന് പറഞ്ഞാല് പാലായാണ് മെയിൻ അച്ചായന്മാരുടെ അച്ചായന്മാരുടെ. പക്ഷെ ഈ ചങ്ങനാശ്ശേരി കുറച്ച് റബ്ബർ തോട്ടം ഇല്ലേ? ചങ്ങനാശ്ശേരി അങ്ങനെ ഇച്ചിരി. പക്ഷെ അതാണ് എന്റെ മൈൻഡിൽ കയറി പോയത്. പാലാ റൂട്ട്, ഈ കോട്ടയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. കാഞ്ഞിരപ്പള്ളിയിലും ഉണ്ട് കേട്ടോ. പക്ഷെ എന്ന് പറഞ്ഞാൽ അതൊരു മല ഏരിയ ആയതുകൊണ്ട് റബ്ബർ തോട്ടത്തേക്കാൾ കൂടുതൽ അവിടെ ഹിൽസ് അങ്ങനെയുള്ളൊരു. ആക്ച്വലി ഇപ്പൊ ഈ നമ്മൾ പോകുന്ന റൂട്ട് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞാൻ ഇപ്പൊ കാണിക്കാം ഒരു സ്ഥലത്ത്. ഇപ്പൊ കുറച്ചുകൂടെ ട്രാഫിക് ഉണ്ട്, അത് കഴിഞ്ഞാൽ കാണിക്കാം. അങ്ങോട്ട് മല അങ്ങ് കയറി കിടക്കുക, നല്ല രസമുണ്ട് കാണാൻ. ഫോഗാണ് ഫുള്ള്. പോകാം. 2-3 ദിവസം മഴ ഉണ്ടായിരുന്നത് കൊണ്ട് പോകുന്നുണ്ടെന്നാണ്. അല്ല, അല്ലെങ്കിൽ തന്നെ
അങ്ങനെ ഫോഗ് വരത്തില്ലേ? അവിടെ അങ്ങനെ മഴയില്ലെങ്കിൽ പോകില്ല. മഴ ഉള്ള ഓ സമയത്ത് എന്ത് രസം അവിടെ കാണാൻ. ഇപ്പൊ ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടേക്ക്. ഒന്നുമല്ല. അപ്പൊ നമ്മളവിടെ എത്തുമ്പോ ഞാൻ കാണിച്ചുതരാം. ഞാൻ വീഡിയോ എടുക്കാൻ പറയുന്ന ഒരു ടൈം ഉണ്ട്, അത് നോക്കിയാൽ ഓക്കെ. ഞാനപ്പോ വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മളിവിടെ എല്ലാരും കൂടെ കുറച്ച് സ്നാക്സ് കഴിക്കാൻ കയറിയിരിക്കാം. ഇത് കൂട്ടത്തിലെ ഏറ്റവും എന്താ പറയാ വഷളാണ്. ഹലോ എന്തോ കുടിക്കുന്നേ? പൈനാപ്പിൾ ജ്യൂസ് ചോദിച്ചില്ല. വയറിളക്കൊക്കെ മാറിയതല്ലേ? വയറിളക്കല്ലായിരുന്നു എൻ്റെ. പുതിയ വേറെ പൊടി ജനിച്ചാൽ അതേ കുറച്ച് സോസ് വെച്ചു. ഓ നിങ്ങള് കപ്പിൾ ഗോൾസ് ആണോ? അല്ല ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. ഇപ്പൊ സമയം ഒരു 3:30 ആയിട്ടുള്ളൂ. ബട്ട് ഈ ഇവിടുത്തെ ഒരു എന്താ ക്ലൈമറ്റ് ചേഞ്ച് കണ്ട ഒരു 7 മണി 8 മണിയായുള്ള ഫീലാ എനിക്ക്. ഈ റോഡ് വരുമ്പോൾ വേറൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഞാൻ 10th പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങള് ടൂറ് വന്നിട്ടുണ്ട് ഇതുവഴി. കാര്യം നമ്മൾ ഇതുവഴിയാണ് തമിഴ്നാട്ടിൽ പോയെന്നാണ് എൻ്റെ ഒരു ഫീല്. കാര്യം ഈ സൈഡിലുള്ള ഹിൽസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. നമ്മുടെ കാറിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം സൺറൂഫ് ഒക്കെ പൊക്കി ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. വാവ്, ഇവിടെ നോക്ക്, സൂപ്പർ. അയ്യോ ആ ഒരു സ്ഥലം കഴിഞ്ഞു പോയി ആക്ച്വലി. ഇനിയുണ്ടോ അങ്ങോട്ടേക്ക്? ഇത് ഞാൻ ഓക്കെ. ഭയങ്കര ക്ലൈമറ്റ് നന്നായിട്ട് ചേഞ്ച് ആയല്ലേ. ഓ മൈ. ഈ കാറില് നമ്മുടെ അനിയനുണ്ട്, അപ്പു ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് അഖിലുണ്ട്, ആദിയുണ്ട്. ആദി പറന്നു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഭയങ്കര സ്പീഡിൽ അവർ പോയപ്പോ ആദി നൈസായിട്ട് പറന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. അവൻ നമ്മുടെ വീഡിയോ എടുക്കുന്നു, നമ്മൾ അവനെ തിരിഞ്ഞെടുക്കുന്നു. ഇപ്പൊ ഇത്രോ നേരം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ട് നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് പുറത്തിറങ്ങണം എന്നാണേ. ഇവിടെ ഒരു 8 മണിയായ 7 മണി 8 മണിയായ പോലെ തോന്നുന്നില്ലേ? ക്ലൈമറ്റിലായിരിക്കും. പക്ഷെ ഇപ്പൊ അത്ര മഞ്ഞില്ല. ബട്ട് എന്നാലും ദൂരം നിന്ന് കാണാൻ എനിക്ക് എവിടെയെങ്കിലും നിർത്തിയാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഇവിടെ മേളിൽ നിർത്തുമ്പോൾ ഞാൻ പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കാം. ഇവിടെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു സ്ഥലത്ത് മഴ പെയ്തു, പക്ഷെ മഴ പെട്ടെന്ന് പോയി. പതുക്കെ പോയാൽ മതി, എനിക്ക് പേടിയാ. ഈശോയെ, എനിക്ക് ഈ ഹിൽ ഏരിയയിലേക്ക് ഭയങ്കര അപകട വളവ് സൂക്ഷിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. പതുക്കെ പോകണമെന്നാ നല്ലത്. എന്റെ മാതാവേ, പള്ളി ഉണ്ടല്ലോ നോക്ക്. എനിക്ക് തോന്നുന്നു അതിന്റെ താഴെയാന്ന് തോന്നുന്നു പള്ളി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ സ്ഥലം. എനിക്കിങ്ങനെ ഫുൾ കാട്, അതിന്റെ ഇവിടെ അവിടെയൊക്കെ ഇതുകൊണ്ട് ബിൽഡിംഗ് ഉണ്ട്. ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എവിടെയോ എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റോഡ് എനിക്ക് ഭയങ്കര ഫെമിലിയർ. എനിക്ക് തോന്നുന്നു ഞാനും സോണിയും കൂടെ ട്രിപ്പ് വന്നപ്പോൾ ഞങ്ങള് സ്കൂട്ടിയിൽ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇത് എൻ്റെ വീഡിയോയും ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്കറിയാം, ഞാനും ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് ഇതുണ്ട് നമുക്ക്. ഇത് നെക്സ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ടുണ്ട് സോനുവാണ് വീഡിയോ എടുക്കുന്നത്. ഏതോ കുട്ടികൾക്കൊക്കെ കൈയൊക്കെ കാണിച്ച് ചെയ്ത് സെലിബ്രിറ്റി ആണെന്നുള്ള പോലെയാണ് സോനുവിന്റെ നിപ്പ്. ഇപ്പൊ നമ്മളുടെ റിസോർട്ടിലേക്ക് പോവാണ്. ഇവിടെ
നമ്മളിപ്പോ ഇവിടെ ഒരു വൈറൽ ചായ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വന്നിരിക്കുകയാണ്. അതെ, അയ്യോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ദിസ് ഈസ് നിയ, സിംഗിൾ ആണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും. ദിസ് ഈസ് നന്ദു, നന്ദന, ആൻഡ് ദിസ് ഈസ് ആൻ. എല്ലാവരും ഇനിയിപ്പോൾ എല്ലാവരും എന്നോടൊന്നും ചോദിക്കാതെ ഇതാ പെൺകുട്ടി. ഞാനും സിംഗിളാ. അത് ചെറുതായിട്ട് കല്യാണം കഴിച്ചു. ഫുള്ള് കോടമഞ്ഞായിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കാണാൻ പറ്റും. നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? ഈ ടൂത്ത്ലെസ്സിനെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ആക്ച്വലി തായ്ലൻഡിൽ നിന്ന്. നമ്മൾ തായ്ലൻഡ് പോയപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ക്യാബിലെ ഡ്രൈവർ ആഷിന് ഇത് കണ്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഗിഫ്റ്റ് തന്നു. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് തന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്തത്ര 300 ബാത്തോ അങ്ങനെ എന്തോ കൊടുത്തിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഫോഗിനിടയ്ക്കൂടെ ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ലൈറ്റ് നമ്മളിങ്ങനെ പൊട്ടുമ്പോൾ ആക്ച്വലി ലൈറ്റ് വരട്ടതാണ്. അതാ കേട്ടോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ കുഴിയിലോ അങ്ങനെ എന്തെങ്കിലും കാർ ഇറങ്ങുമ്പോൾ അപ്പോൾ ഇത് ലൈറ്റ് തെളിക്കും. ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ വന്നിരിക്കുക. പക്ഷെ നമ്മുടെ വണ്ടി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ബാക്കി എല്ലാ വണ്ടിയും പോയി നമ്മുടെ വണ്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് വണ്ടി ലോവർ ചെയ്തിരിക്കുക അല്ലേ. നമ്മുടെ സ്വന്തം വഴികാട്ടി. വാവ്, സൂപ്പർ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മളുടെ റിസോർട്ട്. ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. സൂപ്പർ. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന റിസോർട്ട്. നമ്മൾ 4 പേര് ഇവിടെ വന്നിട്ട് കുറെ ഊഞ്ഞാലൊക്കെ ആടാൻ പോവാണ്. നമ്മൾ ഇത്ര പേരാ ഗേൾസ്, ബാക്കി അവിടെ നമ്മുടെ ബോയ്സ് എല്ലാം അവിടെ നിൽക്കുകയാണ്. അവർ കുറച്ച് ഡീലിങ്സിലാണല്ലേ. ഓ, എനിക്ക് രാവിലെ എന്തായാലും നല്ലൊരു വീഡിയോ എടുക്കണം. ഇവിടുന്ന് കിട്ടും. ഏർലി മോർണിംഗ് എണീക്കുമോ? ഞാൻ എണീക്കും. എനിക്ക് വീഡിയോക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നമ്മളിതാ ഇവിടെ ഉള്ള എൻജോയ്മെന്റ് ചെയ്തോ. ഞങ്ങൾ താഴെയാ. ഓക്കെ, നമ്മൾക്ക് ഏതാ റൂം? നമ്മൾ ആക്ച്വലി ഇത് ഇവിടെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക. ബിക്കോസ് ഈ ഊഞ്ഞാലൊക്കെ തുരുമ്പിച്ചതാ. ബിക്കോസ് ചിലപ്പോ ഞാനും നീയും താഴെ കിടക്കാം. അതെ, പക്ഷെ ഇവിടുന്ന് ആ കൂടെ വരുന്ന എന്ത് ഭംഗിയാന്നറിയോ കാണാൻ വേണ്ടിട്ട്. ഞാൻ കാണിച്ചു തരാമേ. നോക്ക്. അയ്യോ, അങ്ങോട്ട് പോയി. നമുക്കും അങ്ങോട്ട് പോകാം. പക്ഷെ എനിക്ക് സൗണ്ട് കേക്ക്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇപ്പുറമായിട്ട് നമുക്കൊരു പൂൾ ഉണ്ട്. ഓ, ദിസ് ഈസ് സൂപ്പർ. എന്റെ കൂടെ നീയും ഉണ്ട്. ഇത് ആക്ച്വലി എന്താ അല്ല, നമ്മുടെ ബോയ്സിന്റെ റൂം ഇവിടെ എല്ലാരും ഉണ്ട്. ഗേൾസിന്റെ റൂം നമ്മുടെ മുകളിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ വന്നതിന്റെ മെയിൻ കാരണം നാളെ നമ്മുടെ സിഗ്മ ബോയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ സിഗ്മ ബോയ് ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. സിഗ്മ ബോയ്, എന്താ തോന്നുന്നത്? നാളെ എൻഗേജ്മെന്റാ. എന്താ പറയാനാ? അങ്ങനെ കുട്ടിക്കാലത്തേക്ക് ഒരു കല്യാണം. ഇതാണ് നമ്മുടെ പൂൾ. എനിക്ക് മാത്രം പൂളിൽ ഇറങ്ങാൻ പറ്റില്ല, ബാക്കി എല്ലാവരും ഇന്ന് പൂളിൽ ഇറങ്ങുന്നതായിരിക്കും. ഇതിലൊരു മണ്ടിയാന്ന് പറയും. ബിക്കോസ് ഞാൻ എൻ്റെ ഹുഡിയും എടുത്തില്ല, ഫ്രോക്കും എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന 3 മണ്ടിപ്പിള്ളേരും ഉണ്ട്. അവരും ഒന്നും എടുത്തിട്ടില്ല. അതെ, ബുദ്ധിമാനും ഉണ്ട്. നമ്മൾ വന്നതിനേക്കാളും കൂടുതലായിട്ട് കോടമഞ്ഞ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഭയങ്കര പീസ്ഫുൾ പ്ലേസ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ 2 ദിവസത്തേക്കുള്ള നമ്മുടെ വീട്. ഈ വീട്ടിൽ ഇതാ അവിടെ നന്ദു നിൽപ്പുണ്ട്. ഈ വീട്ടിൽ ആക്ച്വലി 4 ബെഡ്റൂംസ് ആണുള്ളത്. 2 എണ്ണം മേളിലും 2 എണ്ണം താഴെയാണുള്ളത്. നമ്മളിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് ആണ്. ബിക്കോസ് എനിക്ക് വയ്യായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ലാസ്റ്റ് മിനിറ്റിലാണ്, ഒരു 5 minutes കൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് സെലക്ട് ചെയ്തത് തന്നെ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആശനെ സമ്മതിച്ചില്ല കോട്ടയത്ത് നിന്ന് ചെയ്യാൻ. ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന്. ഇവിടെ ആണെങ്കിൽ ഒരു കട പോലും ഇല്ല, പാവം. എന്നിട്ട് നമ്മുടെ അമലാണ് കൊണ്ടുപോകുന്നത്. അമലുണ്ട്, എൻ്റെ കൂടെ ആനും ഉണ്ട്. ഓക്കെ, പക്ഷെ അമല് പറയുന്നത് നമ്മുടെ വണ്ടി മേലേക്ക് കയറുന്നില്ല. യു ക്യാൻ ഡു ഇറ്റ് അമൽ. നമ്മളിപ്പോൾ കുറേ നേരമായി പുറകോട്ട് പോകുന്നു, റിവേഴ്സ് പോകുന്നു, ഫ്രണ്ടിലേക്ക് പോകുന്നു, ബട്ട് വണ്ടി മേലേക്ക് പോകുന്നില്ല.
നമുക്ക് നോക്കാം വണ്ടി പോകുമോ ഇല്ലയോ. യെസ്, ലാസ്റ്റ് ട്രൈ ആണ്. കണ്ടോ, ഞാൻ വ്ലോഗ് എടുത്തതിന് ഗുണം കണ്ടോ. അവനാളാവാൻ വേണ്ടിയെങ്കിലും വണ്ടി കയറ്റി. യെസ്, ഇങ്ങനെ നമ്മളിങ്ങനെ എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനായിട്ട് നാളത്തെ നമ്മുടെ സ്റ്റാറിൻ്റെ വീട്ടിലാണ് വന്നത്. ഇതാണ് നമ്മുടെ നാളത്തെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന പെൺകുട്ടി അഞ്ജുവിൻ്റെ വീട്ടിലാണ്. ഇവിടെ വന്നപ്പോൾ പഴംപൊരി ഉണ്ട്, അമലുണ്ട്, അഞ്ജുവിൻ്റെ അമ്മയുണ്ട്. എനിക്കെൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്ത് കിട്ടി, പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ മരിയൻ കോളേജാണ് കുട്ടിക്കാനം, അതിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാൻ വന്നാൽ ബാക്കി എല്ലാവർക്കും ഫുഡ് അവിടെ എത്തും, എനിക്ക് മാത്രം ദോശ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദോശ വാങ്ങാൻ വന്നിരിക്കുകയാണ്. അമലിനാണെങ്കിൽ ദേഷ്യം വരും, ബിക്കോസ് ബോയ്സ് എല്ലാവരും അവിടെ ചില്ല് ചെയ്യുന്നു. ഇവൻ നമ്മളുടെ കൂടെ ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഗോഡ് ബ്ലെസ് യു മോനെ, ഇതിനുള്ള നന്മ നിനക്ക് ദൈവം തരും. അയ്യോ, ഇത് തണുപ്പായി, നമ്മൾ കൂടിയൊന്നും എടുത്തില്ലല്ലോ. നമ്മളിവിടെ ദോശ വാങ്ങാൻ വന്നിരിക്കുകയാണ്. എൻ്റെ ദോശ വാങ്ങിയപ്പോൾ കിട്ടിയ ഓംലേറ്റ് ആണ് അമല് കഴിക്കാൻ പോകുന്നത്. നല്ല യമ്മി ദോശ. പക്ഷെ ദോശ അല്ലല്ലോ, ഓംലെറ്റ് ദോശ കാണുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് നന്നായിട്ട്. കഴിക്കും, നീ കഴിക്കും. പക്ഷെ എന്നെ എടുക്കല്ലോ. ഇല്ല, കൈ ഇല്ല. ആൻ പറഞ്ഞ എൻ്റെ ഫേസ് വരരുത് നോക്കി. പക്ഷെ അമലിൻ്റെ ഫേസ് വരാമല്ലോ. ഇതാ ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ് റിസോർട്ടിൽ. അപ്പോൾ എല്ലാവരും ഇതാ പൂളിലുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും വൈബ് അടിച്ചത്. അരെ വാ, ഓ Die Hard fan. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. അപ്പം ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ ആനൊക്കെ പൂളിൽ ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, ലെറ്റ് ഹർ ചേഞ്ച് ദ ഡ്രസ്. നമുക്കത് പുറത്തേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഫുൾ കോടയാണ്. ഇപ്പോൾ ഫുൾ ഇവിടെ കോടയാണ്. ഇതൊരു ചെറിയ ഒരു കഫ്റ്റേരിയ മാതിരി ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുകയായിരുന്നു. ആക്ച്വലി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആരും ഇല്ല, എല്ലാവരും മേലേക്ക് പോയി. അപ്പം നമ്മൾ എന്താ, ഞാൻ നീയ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും എൻ്റെ മുന്നിൽ ഇരുന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, ഞാൻ മാത്രം ദോശയും ചമ്മന്തി. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാര്യം പക്ഷെ എനിക്കിങ്ങനെ എൻ്റെ ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സ് ഒന്നും തോന്നുന്നില്ല. കഴിക്കാതിരുന്ന് ഓക്കെ ആയി ഞാൻ നോൺ വെജിനോട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുന്ന് ഓർഡർ ചെയ്തത്, നമ്മളിവിടെ അടുത്ത് നിന്നല്ലേ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തെന്ന് തോന്നുന്നല്ലേ. ഞാൻ മാത്രം അങ്ങ് തട്ടുകടയിൽ നിന്ന്. എന്തായാലും ഞങ്ങൾ വാഷ് ചെയ്തിട്ട് ഇനി ചിലപ്പോൾ ഞങ്ങൾ ഉറങ്ങും. കാര്യം നല്ല ക്ഷീണമുണ്ട്, കുറേ പേർക്കൊക്കെ തലവേദന എടുക്കുന്നുണ്ട്. ബോയ്സ് എല്ലാവരും ചില്ലാൻ പോവാണ്, ഗേൾസ് എല്ലാവരും മേലെ പോയി ഉറങ്ങാൻ പോവായിരിക്കും. ചെറുതായിട്ടൊക്കെ ഇവിടെ ഇവരെന്തോ മത്സരമാണ്. വരില്ല എന്ന് പറഞ്ഞവർക്ക് വന്നു. അയ്യോ, ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുന്നത്.
ഒരു ടവലിന് ഭയങ്കര ക്ഷാമം, അതുകൊണ്ട് ഞാൻ 2 ടവൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആർക്കും കൊടുക്കൂല, ആള് കൂടുതലും. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ നീയുണ്ട്, ഞങ്ങൾ 2 പേരുമാണ്. അതെ, ബാക്കി ആരും ഉറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും താഴെ ഇരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം മസ്റ്റാണ്, ബിക്കോസ് നാളെ രാവിലെ എണീക്കണം. അപ്പുറത്തെ റൂമിൽ കല്യാണ ചെറുക്കൻ നമ്മുടെ എൻഗേജ്മെൻറ്റ് പയ്യൻ കിടപ്പുണ്ട്, അവനും ഉറങ്ങി. ഇപ്പുറത്തെ റൂമിൽ താഴത്തെ റൂമിൽ ഒന്നും ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ആ പൂളിൻ്റെ സൈഡിലിരിപ്പുണ്ട്. നമുക്ക് രാവിലെ എണീക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.